വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. എന്താ നിങ്ങളോട് ഇത് പറയാൻ മറന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു, അതുകൊണ്ടായിരിക്കാം പക്ഷെ മറന്നു പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പഴയ ഫ്രിഡ്ജിന് കുറച്ച് ഐസിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ നമ്മൾ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചതൊരു മാറ്റാണ് കേട്ടോ. ഫ്രിഡ്ജിന് മുകളിൽ ഇടാൻ പറ്റിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു മാറ്റാണ്. അപ്പോൾ അതിനിങ്ങനെ 3-4 കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം സാധനങ്ങൾ നമ്മൾ അടുക്കള ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ബ്രഷൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ടിരിക്കും. പിന്നെ ഏതായി ഫ്രിഡ്ജ്, അതിൻ്റെ ബ്രാൻഡ് കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, അതിന് ശേഷം ഞാൻ പറയാം. സാധാരണ നോർമൽ അതാണ്, ഡബിൾ ഡോറിൻ്റെ 3 സ്റ്റാറാണ് ഞാൻ വാങ്ങിച്ചത്. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് അധികം സാധനങ്ങൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിനേക്ക് ആവശ്യമായ കുറച്ച് അധികം സാധനങ്ങൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടി. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദേ ഗൈസ്, ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും അതേ ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ടൊരു ഇത് എന്താണെന്ന് ശരിക്കും അതിൻ്റെ പേരൊരു സ്റ്റോറേജ് ബോക്സ് ആണ്. ഇതിനകത്ത് ശരിക്കും നമുക്ക് വെക്കാൻ പറ്റുന്നത് വെച്ചാൽ ഉള്ളിയൊക്കെ പൊളിച്ചതിൻ്റെ ബാലൻസ്, അതുപോലെ തക്കാളി കട്ട് ചെയ്തതിൻ്റെ ബാലൻസ്, മുളക്, അതുപോലെ പുളിയൊക്കെ നമ്മളിങ്ങനെ കറിയിലിടുമ്പോൾ തോനെയാണെങ്കിൽ അത് നമുക്കെടുത്ത് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. അങ്ങനെയൊക്കെ കുറച്ച് ഉപകാരമാണ്. വേറെ സെപ്പറേറ്റ് പാത്രങ്ങളിലൊന്നും നമുക്ക് വെക്കേണ്ട. ഇതിൻ്റെ ഫ്രൂട്ട് ബോക്സും കിട്ടും കേട്ടോ. അത് ഞാൻ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാം മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇത് വേറെ നമ്മൾ ചോറ്, കറി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ക്യൂട്ടായിട്ടുള്ള വേറൊരു ഗ്ലാസ്സും അല്ല, എങ്കിൽ ഇത് പ്ലാസ്റ്റിക്കും അല്ല കേട്ടോ. ഇതിന് നല്ല അടിപൊളി വാഷറൊക്കെ വന്നിട്ട് 4 സൈഡ് നല്ല ടൈറ്റായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ്. നട്ട്സൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെയുള്ള പിക്ചറിനകത്ത് അത് പറയുന്നുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാരണം ഇതെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ട് ത്രൂ ആണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്. അപ്പം അത് ഞാൻ കൊടുത്തേക്കാം. ഇതൊരു 6 എണ്ണം വരുന്നൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ഗ്ലാസ് ആണെന്നേ തോന്നത്തുള്ളൂ കേട്ടോ. സംഭവം അടിപൊളിയാണ്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച മാറ്റിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും 2 പോക്കറ്റ് ഐറ്റംസ് പോലെ 2 ഐറ്റം ഉണ്ട്. അത് ഞാൻ ആക്ച്വലി സ്റ്റിക്ക് ചെയ്യാൻ മറന്നു പോയതാണ്. അതുകൊണ്ട് അതും ഞാനത് സ്റ്റിക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സ്ലൈഡ്സ് ഉണ്ടല്ലോ, 4 സ്ലൈഡ്സിനകത്ത് വെക്കാൻ പറ്റിയ മാറ്റും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ഫ്രിഡ്ജ് നല്ല ക്യൂട്ടായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനിയും കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ ഇരുന്നിട്ട് സ്റ്റേ ട്യൂൺ. ബൈ.